വെറും 50,000 രൂപയ്ക്ക് വേണ്ടി റാണി എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്വന്തം സഹോദരൻ കൊന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ കുഴിച്ചു മൂടി. അതിലുണ്ടായ പ്രതിയായ രാമു എങ്ങനെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് എന്നും അതുപോലെ തന്നെ രാമു എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് യുപിയിലാണ്. ആ കുറ്റകൃത്യത്തിൽപ്പെട്ട റാണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫാമിലിയും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ 2 സഹോദരന്മാരും അതുപോലെ തന്നെ ഭർത്താവ് അതുപോലെ തന്നെ 3 മക്കളാണ് ഇവൾക്കുള്ളത്. 2 സഹോദരന്മാരുടെ പേരാണ്, ഒന്ന് രാമു അതുപോലെ തന്നെ ലഗൻ. അതുപോലെ തന്നെ ഇവൾക്ക് 3 മക്കളിൽ നിന്ന് 2 ആൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. ഈ പെൺകുട്ടിയുടെ വിവാഹാലോചനയും കാര്യങ്ങളെല്ലാം നോക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സഹോദരനായ രാമു ഇവളുടെ അടുത്ത് പോയിട്ട് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. എനിക്ക് ലോറി വാങ്ങിക്കാൻ വേണ്ടി ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്, നീ എങ്ങനെയെങ്കിലും 50,000 രൂപ തരണം എന്നായിരുന്നു അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മകളുടെ വിവാഹം ആലോചനയിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ല, അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് പണത്തിന് ആവശ്യമുള്ളത് പോലെ തന്നെ സഹോദരനായ ആ ലഗൻ്റെ അടുത്ത് ഞാൻ പണത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആ വിവാഹമാകുമ്പോൾ എന്താക്കാം, നിനക്ക് ഞാനും എന്താക്കാം, പണങ്ങൾ കൊണ്ട് നിന്നെ സഹായിക്കാം എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ വളരെയധികം ടൈറ്റാണ്, അതൊക്കെ കൊണ്ട് തന്നെ ലോറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 50,000 രൂപയുടെ ആവശ്യമുണ്ട്, നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണമെന്ന് കെഞ്ചി ചോദിക്കുകയാണ്. അപ്പോൾ ഈ റാണി തൻ്റെ ഭർത്താവിനോടും ഈ കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മകൾക്ക് വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചതിൽ നിന്നും 50,000 രൂപ എടുത്തിട്ട് എന്താക്കാണ് ഈ രാമുക്ക് കൊടുക്കുകയാണ്. കൊടുത്ത ടൈമിൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് മകളുടെ കല്യാണം നിശ്ചയിക്കുന്ന ടൈമിൽ ഈ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നായിരുന്നു. എന്നും പറഞ്ഞുകൊണ്ട് എന്താക്കാണ് ഇവൻ പോവുകയാണ്. അതിനുശേഷം ഇവളുടെ കല്യാണം നിശ്ചയിക്കുന്നുണ്ട്, റാണിയുടെ മകളുടെ കല്യാണം നിശ്ചയിക്കുന്നുണ്ട്. നിശ്ചയിച്ച ടൈമിൽ റാണി ഇവനെ വിളിച്ച് ചോദിക്കുകയാണ് ഈ പണം. ചോദിക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ധാരാളം പണമൊന്നുമില്ല, അതൊക്കെ കൊണ്ട് തന്നെ നിനക്ക് എന്താക്കാം, കല്യാണം നടക്കുന്ന ടൈമിൽ എന്താക്കാം, നിനക്ക് ഈ പണം മുഴുവൻ തിരിച്ചു തരാമെന്ന് പറയുകയാണ്. പിന്നീട് കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാട്ടിൽ പോയിട്ട് ബന്ധുക്കളെ എല്ലാം വിളിക്കണമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ റാണി എന്താക്കാണ്, തൻ്റെ സ്വന്തം നാട്ടിലോട്ട് വരികയാണ്. വരുന്ന ടൈമിൽ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷമേ ഇങ്ങോട്ട് തിരിച്ച് വരുള്ളൂ എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നേരെ വരികയാണ്. വന്നതിന് ശേഷം രാമുവിന്റെ വീട്ടിൽ പോയപ്പോൾ രാമുവിന്റെ വീട്ടാണെങ്കിൽ കൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ സഹോദരനായ ലഗന്റെ വീട്ടിൽ പോയതിന് ശേഷം എന്താക്കാണ്, അവിടെ പോയി കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതുപോലെ തന്നെ വളരെയധികം ടൈറ്റിലാണ് ഉള്ളത്, നീ 2-3 ദിവസം മുമ്പേ വന്നതിന് ശേഷം അവിടെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നീ ചെയ്തു തരണം, അതുപോലെ തന്നെ അവിടെ നോക്കി നടത്താൻ വേണ്ടി ആരുമില്ല എന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ രാമുവിന്റെ വീട്ടിൽ പോയപ്പോൾ രാമുവിന്റെ വീട്ടിൽ പൂട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് കാണാൻ കഴിയുന്നത്. അവൻ എവിടെ പോയതാണ് എന്ന് കൂടി ചോദിക്കുകയാണ്. അവന് പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം വൈകുന്നേരം പണി ചെയ്ത് വന്നപ്പോൾ ഈ റാണി എന്താക്കാണ്, നേരെ രാമുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. രാമുവിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടുന്ന് ഇവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ലഗൻ പിറ്റേ ദിവസം വന്നിട്ട് രാമുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, റാണി എവിടെയും കാണുന്നില്ലല്ലോ. അവൾ ഇന്നലെ തന്നെ പോയി എന്നായിരുന്നു ഈ ലഗൻ്റെ അടുത്ത് പറഞ്ഞത്. ലഗൻ ആ കാര്യം പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം റാണിയുടെ ഭർത്താവ് എന്താക്കി, ലഗനെ വിളിച്ച് ചോദിക്കുകയാണ്, റാണി ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, അവൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവളെ ഫോണിൽ വിളിച്ചതിന് ശേഷം സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലഗൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവൾ വന്ന ദിവസം തന്നെ തിരിച്ച് പോയായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെല്ലാം നേരെ പോയിട്ട് എന്താക്കാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. കേസ് ഫയൽ ചെയ്തതിന് ശേഷം പോലീസുകാർ വളരെയധികം അന്വേഷണവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗൻക്ക് രാമുവിൻ്റെ വേണ്ട ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും അടിക്കാൻ തുടങ്ങുക. അതായത് ബന്ധുക്കളെല്ലാം ഇവിടെ വെപ്രാളത്തിൽ തപ്പുന്ന ടൈമിൽ ഇവന് ഫുള്ള് കൂളായി നിൽക്കുകയാണ്. ഇവർ കൂളാക്കി ഇവർക്ക് വേണ്ട പണിയും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഇവൻ്റെ പുതിയ വീടിൻ്റെ പണി നടക്കുന്നതിന് ഉള്ളിലോട്ട് ആരെയും കയറ്റി വിടുന്നില്ല, എല്ലാവരെയും പുറത്ത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം 10-15 ദിവസങ്ങളാകുന്നുണ്ട്. അതിനുശേഷം ഇവൻ എന്താക്കുന്നുണ്ട്, ഇവൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാനുള്ള രീതിയിൽ എന്താക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇവർക്ക് ഡൗട്ട് അടിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ രാമു എന്താക്കി, ലഗനും വീട്ടിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. സഹോദരനായ ലഗനി ഈ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെ അവിടുന്ന് എന്താക്കാണ്, എന്തെല്ലാം തട്ടിമുട്ടി പറഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് കയറ്റിയില്ല, പുറത്ത് തന്നെ നിർത്തിയിട്ട് വർത്താനം പറഞ്ഞതിന് ശേഷം അവനവിടുന്ന് പറഞ്ഞു കിട്ടും. ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങൾ അടിച്ചപ്പോൾ ഇവ പണിക്ക് പോയ ടൈമിൽ എന്താക്കാണ്, ഇവൻ നേരെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കുകയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്ന ടൈമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു റൂം മാത്രം, അടി മാത്രം കോൺക്രീറ്റ് ചെയ്ത രീതിയിലായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 18ാമത്തെ ദിവസം പോലീസുകാരെ വിളിച്ചിട്ട് എന്താക്കാണ്, ഇവൻ ഈ കാര്യം മുഴുവൻ പറയാണ്. അതായത് എൻ്റെ സഹോദരനായ രാമുവിന് എനിക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ട്. ഇവൻ്റെ ഈ റൂമിൽ കയറിയതിന് ശേഷം അതായത് ഒരു റൂം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത രീതിയിൽ കാണാൻ കഴിഞ്ഞത്. ഇവൻ്റെ അടുത്താണ് എൻ്റെ സഹോദരി റാണി ലാസ്റ്റായി പോയത് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ വന്നു. അതിനുശേഷം രാമുവിനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവിടെ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം എന്താക്കാണ്, കുത്തിപ്പൊളിക്കുകയാണ്. കുത്തിപ്പൊളിച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇട്ട ഡ്രസ്സോടെ
റാണി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ റാണി യൂസ് ചെയ്ത പേഴ്സ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണും കാര്യങ്ങളെല്ലാം ആ കുഴിയിലുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ഇവനെ കൊണ്ടുപോയതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ പോലീസുകാരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇവളെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പണമില്ലായിരുന്നു. ഞാൻ ഇവളെ കയ്യിൽ നിന്ന് കടത്തിന് 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി പണമില്ലായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാൻ അവളെ കൊന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മദ്യപിച്ചപ്പോൾ ഇവൾ പണം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ടൈമിൽ ഞാൻ ഇവളെ കൊന്നതിന് ശേഷം അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആരെങ്കിലും കാണുന്നത് കൊണ്ട് തന്നെ വീട് പണി കിടക്കുന്നത് കൊണ്ട് വീട്ടിൽ ആ റൂമിൽ തന്നെ ഞാൻ കുഴിച്ചിടുകയാണ് ചെയ്തത് എന്നാണ് പോലീസുകാർ നാട്ടുകാരെയും എല്ലാവരെയും കണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവൻ ഫുള്ള് പ്ലാൻ ചെയ്ത് ഒരു കൊലപാതകമായിരുന്നു ഇത്. അതായത് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ഭാര്യയും മക്കളുമില്ല. ഇവൻ വരുമെന്നത് കൊണ്ട് തന്നെ, വിവാഹം വിളിക്കാൻ വരുമെന്നത് കൊണ്ട് തന്നെ ഈ ഭാര്യയും മക്കളെ ഇവൻ നേരത്തെ തന്നെ ഭാര്യയുടെ വീട്ടിലോട്ട് അയക്കുകയാണ് ചെയ്തത്. ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ഇവൻ മാത്രമായി തിരിയാവൂ എന്നത് കൊണ്ട് തന്നെ ഇവരെ എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സഹോദരനായ ലഗൻ്റെ ചില രീതിയിലുള്ള സംശയങ്ങൾ കാരണമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ഇവനാണ് എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞത് എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രോ.